ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ആ അന്വേഷണത്തിൽ ഹൈക്കോടതി പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ തന്ത്രിയുടെ അറസ്റ്റ്. അതിനിടയിൽ BJP വിഷയത്തിലൊരു പക്ഷം ചേർന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് SIT-യിൽ വിശ്വാസമില്ല, മന്ത്രിയെ ചോദ്യം ചെയ്ത ശേഷം വെറുതെ വിടുകയല്ല വേണ്ടത്, കൊള്ളയ്ക്ക് പിന്നിൽ ആരുടെ ഗൂഢാലോചന എന്നതാണ് ചോദ്യം. തന്ത്രിയുടെ അറസ്റ്റ് നിയമപ്രകാരം നടക്കട്ടെ എന്ന് പറയുമ്പോഴും തന്ത്രിക്കൊരു പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ അംഗങ്ങൾക്കില്ലാത്ത പിന്തുണ BJP എന്തുകൊണ്ടാണ് തന്ത്രിക്ക് നൽകുന്നത് ഈ വിഷയത്തിൽ? അല്ല, തന്ത്രിക്ക് പിന്തുണ, ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് ഒരു കൺഫ്യൂഷനും ഇല്ല. ഞങ്ങളുടെ പോയിന്റ് ആദ്യം മുതലേ തന്നെ ഈ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയ സുപ്രധാന രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്ക് പോലീസ് പോകുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഈ തന്ത്രി ഇപ്പോ അവിടുത്തെ ദേവസ്വം ട്രഷറേഴ്സിന്റെ എല്ലാം കസ്റ്റോഡിയൻ അല്ല. അവിടുത്തെ വിലപിടിപ്പുള്ള രത്നങ്ങളും വൈരങ്ങളും അതുപോലെ സ്വർണവും അതുപോലെ കാര്യങ്ങളുടെ കസ്റ്റോഡിയൻ അല്ല തന്ത്രി. തന്ത്രി അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റു കാര്യങ്ങളിലും മാത്രമാണ് കസ്റ്റോഡിയൻ ആയിട്ടുള്ളത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തതിൽ ഇപ്പോൾ 120B തന്ത്രിക്കെതിരെ എടുത്തിരിക്കുന്നു. 120B എടുക്കുമ്പോൾ വാട്ട് ഈസ് ദ മോട്ടീവ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന് പേഴ്സണലി സാമ്പത്തികമായി എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ അവർ പറയുന്നേ ഇല്ല. മറ്റൊന്ന്, ആചാരങ്ങൾ ലംഘിച്ചോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നിരിക്കുന്നത്. അത് പിന്നെ ഇദ്ദേഹം അറിഞ്ഞിട്ടും മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഈ സ്വർണ്ണപ്പാളിയെല്ലാം കൊണ്ടുവരിക്കുന്നത്. കണ്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് കടകംപള്ളിയിലേക്കും പ്രശാന്തിലേക്കും ഇത് പോയില്ല എന്നുള്ളതാണ്. കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചുള്ള മൊഴി ആദ്യ ദിവസം മുതലേ നമ്മൾ കേൾക്കുന്നതാണ്. SIT-ക്ക് കിട്ടിയതാണ്. നിങ്ങളുൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും കടകംപള്ളിയെ വരിഞ്ഞു മുറുക്കിയതാണ്. പക്ഷെ അവിടേക്ക് അന്വേഷണം പോകുന്നില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്തു, വിട്ടയച്ചു. പ്രശാന്തിന്റെ കാര്യത്തിലാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രശാന്തിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല. പ്രശാന്ത് ആദ്യം നടന്ന ക്രൈം എല്ലാം മനസ്സിലാക്കിയിട്ട്, അതായത് നേരത്തെ 2017 മുതൽ നടന്ന എല്ലാ കുറ്റങ്ങളും ദേവസ്വം വിജിലൻസിനും സർക്കാരിനും അറിയുന്ന കുറ്റങ്ങൾ തന്നെയാണ്. ആ കുറ്റങ്ങളെല്ലാം അറിയുന്ന ഒരാള് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് ആ ക്രൈം. അതായത് അദ്ദേഹത്തിന് തന്നെ വീണ്ടും സ്വർണ്ണപ്പാളികൾ കൊടുത്തയക്കുകയാണ്. അപ്പൊ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അതും ശരിയാണല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സോണിയാഗാന്ധിയെ എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്വർണ്ണക്കള്ളക്കടത്തുകാരനും കണ്ടു എന്നുള്ളതാണ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം കണ്ടതാണെങ്കിൽ വേണമെങ്കിൽ ഒരു പ്രസാദം കൊടുത്തതായിട്ട് അതിനെ ന്യായീകരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ സ്വർണം വാങ്ങിയ ആളും ചെന്നിരിക്കുന്നു. രമേശ് ചെന്നിത്തല തന്നെ പറയുന്നത് ഇതൊരു നാച്ചുറൽ ഗോൾഡിന്റെ വിലയുമായി ബന്ധപ്പെട്ടൊരു അഴിമതിയല്ല. ഈ ഒരു ഗോൾഡ് വിറ്റിട്ട് എത്ര പൈസ ഉണ്ടാക്കി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, നീതീകരണമില്ല. ഇതിന്റെ ആന്റിക് വാല്യൂ ആണ്, ഇതിന്റെ പുരാവസ്തു മൂല്യമാണ് ഈ വിഗ്രഹങ്ങളെല്ലാം കൊണ്ടുപോകുന്നതിനും. അത് ഇന്റർനാഷണൽ മാർക്കറ്റിലാണ് വിറ്റത് എന്നും രമേശ് ചെന്നിത്തല തന്നെയാണ് ഒരു വ്യവസായി പറഞ്ഞത്. പക്ഷെ പിന്നീട് കോൺഗ്രസ് അതിൽ നിന്നും മലക്കം മറിഞ്ഞു. അവന്മാരെ കണ്ടിട്ട് ഒരു സംശയം തോന്നില്ല അല്ലേ? ഇല്ല. അടൂർ പ്രകാശും അതുപോലെ നമ്മുടെ ആന്റോ ആന്റണിയും മാധ്യസ്ഥതയിലാണ് അവർ കണ്ടത്. അതിനുള്ള കാരണം മാർക്കറ്റ് തേടി പോയതാണെന്നുള്ള സംശയം ബലപ്പെട്ടതാണ്. SIT എന്തുകൊണ്ട് ആ വഴിക്ക് പോകുന്നില്ല? സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ 2 ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്റർനാഷണലി അറിയപ്പെടുന്ന സ്ഥാപനങ്ങളാണ്. ഇന്ത്യയിൽ നിന്ന് തന്നെ ധാരാളം വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും ഇതിനു മുമ്പും അവരുടെ അടുത്ത് പോയതായിട്ട് CBI തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. വാഡ്ര കേസിൽ CBI ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഒരു അഫിഡവിറ്റിൽ അവർക്കെതിരെ കേസില്ല ഈ സ്ഥാപനത്തിനെതിരെ, പക്ഷെ ഈ സ്ഥാപനത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. SIT എന്തുകൊണ്ട് ആ വഴിക്ക് പോകുന്നില്ല? ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. മന്ത്രിയെ അറസ്റ്റ് ചെയ്തത് തെറ്റാണ് എന്ന ഒരു നിലപാട് BJPക്ക് ഉണ്ടോ? പറഞ്ഞിട്ടേ ഇല്ല. ഇന്ന് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർജി ആയാലും, ഇന്ന് രാജീവ് ചന്ദ്രശേഖർജി ഞാനുമാണ് സംസാരിച്ചത് ഈ വിഷയത്തിൽ. ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾ ഒരാളെയും ഈ കേസിൽ ആരെ അറസ്റ്റ് ചെയ്തതിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ അറസ്റ്റ് ചെയ്ത് തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്ത് ഇതിനൊരു ട്വിസ്റ്റ് ചെയ്യാൻ, അതിനൊരു ഡൈവേർട്ട് ചെയ്യാൻ, അതല്ലെങ്കിൽ ഒരു ശ്രദ്ധ തിരിക്കാനുള്ള ഒരു നീക്കം പൊളിറ്റിക്കലി നടത്തുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണ്. ആ സംശയം ന്യായമാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ അഭിപ്രായം. ശ്രീ കെ സുരേന്ദ്രൻ, അതൊരു സംശയമാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ മകരവിളക്ക് ദിവസം അയ്യപ്പ ജ്യോതി തെളിക്ക് ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് അത് തുടർച്ചയുണ്ടാകുമെന്ന് പറയുന്നു. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിലൊരു തിടുക്കം കാട്ടി എന്നുള്ളതാണ്. നമുക്കറിയുമോ SIT എന്തൊക്കെ തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് പോയത്? നമുക്കറിയില്ല. മകരജ്യോതിയുടെ ദിവസം, പിന്നെ ഈ മകരജ്യോതി ദിവസം ദീപം തെളിയിക്കുക എന്നുള്ളത് ഞങ്ങൾ നേരത്തെ കഴിഞ്ഞ ദിവസം 6 ദിവസം മുമ്പ് ഞങ്ങൾ നടന്ന കോർ ഗ്രൂപ്പ് യോഗത്തിൽ ഞങ്ങൾ തീരുമാനിച്ച ഒരു പരിപാടിയാണ്. അത് തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടല്ല. ശബരിമല സമരം തുടർച്ചയായിട്ട് നീട്ടിക്കൊണ്ടുപോയി ലോജിക്കൽ എൻഡിലെത്തുന്നതുവരെ ഈ സമരം വേണമെന്ന് ഞങ്ങൾ പാർട്ടി പൊളിറ്റിക്കലി തീരുമാനിച്ച കാര്യമാണ്.
തനിക്കിനി എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാ പ്രതികളുടെയും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായ ചില കാര്യങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അവർ ആചാര ലംഘനത്തെക്കുറിച്ചും അതുപോലെ തന്നെ പിന്നെ എല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നു എന്നുള്ള 2 പോയിന്റ് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. രണ്ടും വാലിഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ 120B ഈ ഗൂഢാലോചന നടത്തിയത് തന്ത്രിയാണ് എന്ന് പറയാൻ ഇപ്പോൾ SIT പ്രേരിപ്പിച്ചത് എന്താണ്? ഇനി അറസ്റ്റ് ചെയ്ത് സംഭവിച്ച ഒരു കാര്യമില്ല. അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളെ എനിക്ക് തോന്നുന്നു അതിലുള്ളൂ എന്നുള്ളതാണ്. കാരണം നല്ലൊരു വക്കീൽ വാദിച്ചു കഴിഞ്ഞാൽ തന്ത്രി സുഖമായിട്ട് പുറത്തു വരും തന്നെയാണ് ഞാനൊരു ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ളതല്ല ഇപ്പോഴും കണക്കാക്കുന്നത്. വിവരമില്ലാത്ത ടൈലർമാരെ കൊണ്ട് നാട് നിറഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമല്ലടോ. തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു ബയസ് താങ്കൾക്കുള്ളത് പോലെ തോന്നുന്നല്ലോ. തൊട്ടുമുമ്പ് പറഞ്ഞത് പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ. ഇക്കാര്യത്തിൽ നിലപാട് പറയുന്നില്ല. ഈ പറയുന്ന തന്ത്രിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനകത്ത് BJPയുടെ നിലപാട് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ. തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൽ ഞങ്ങൾ ആരും പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇതൊരു തന്ത്രമാണെങ്കിൽ അത് ശരിയല്ല എന്നുള്ള ഞങ്ങൾ പറഞ്ഞിരിക്കും. നിങ്ങൾ പത്മകുമാറിനെയും വാസുവിനെയും പോലെ തന്ത്രിയെ കാണരുത്. പത്മകുമാറും വാസു എന്ന് പറഞ്ഞാൽ 2 പൊളിറ്റിക്കൽ ലീഡേഴ്സാണ്. അവര് നടപ്പാക്കിയിരിക്കുന്നത് ഒരു നിർദ്ദേശമാണ് നടപ്പാക്കിയിരിക്കുന്നത്. അല്ലാതെ അവർ ഇതിൽ പിന്നെ സ്വമേധയാ അവർ യാദൃശ്ചികമായിട്ട് പ്രതികളായതല്ല. അവർ ഈ കാര്യങ്ങളെല്ലാം ഗൂഢാലോചന നടത്തി എന്നുള്ളതും അവർ രാഷ്ട്രീയമായിട്ട് അത് CPM തന്നെ സമ്മതിച്ചാണ്. തെറ്റുപറ്റിയെന്ന് അവർ തന്നെ രാജു അബ്രഹാം തന്നെ പറഞ്ഞില്ലേ പത്മകുമാറിന് തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ വീഴ്ച ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. വീഴ്ചയല്ല, അവരുടെ നേതൃത്വത്തിലായിരുന്നു. അവരാണ് കസ്റ്റോഡിയൻ. ഇതെല്ലാം ഇളക്കി കൊണ്ടുപോകുന്നതിന് സ്വർണം ചെമ്പായിട്ട് പേര് മാറ്റിയിട്ട് സ്വർണത്തിന്റെ സാധനത്തിൽ ചെമ്പാക്കി മാറ്റി എഴുതി കൊടുത്ത ആളാണ് പത്മകുമാർ. വാസു ആണെങ്കിൽ കമ്മീഷണറായിരിക്കുമ്പോഴും പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ഇതിനെല്ലാം ഒത്താശയും ചെയ്തു എന്നുള്ളത് SITക്ക് ബോധ്യമായ കാര്യമാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം തന്ത്രിയുടെ ഗൂഢാലോചനയാണെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കാം. പക്ഷെ അപ്പോഴും തന്ത്രി എന്തിനു ഗൂഢാലോചന നടത്തി? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. 120B പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ അദ്ദേഹം കോടതിയിൽ നിന്ന് വിട്ടുപോകുമെന്ന് പറഞ്ഞത് 120B ഒരാളുടെ പേരിൽ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കോൺസ്പിറസി പാർട്ട് ഒരാളുടെ പേരിൽ എടുക്കുമ്പോൾ ഒരു മോട്ടീവ് വളരെ ആവശ്യമാണ്. ആജ്ഞയ്ക്കോ ആചാര ലംഘനത്തിനോ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നിങ്ങൾ ഒരാളെ പിടിച്ചകത്തിടാനുള്ള വകുപ്പില്ല. പ്രാസത്തിന് വേണ്ടി പറഞ്ഞല്ല, തെളിയിച്ചു തരാം, നോക്കിക്കേ. രണ്ടാമത്തെ കാര്യം, എഴുതി കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് എഴുതി കൊടുത്ത കാര്യമാണിത്. ദേവസ്വം ബോർഡ് റിട്ടേൺ ആസ് പെർ അവരുടെ ഇതനുസരിച്ച് അവര് രേഖാമൂലം ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിൽ പിന്നെ തന്ത്രിക്ക് എന്തെങ്കിലും ഇടപെടാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്ത്രി ഇതിന്റെ ഒന്നും കസ്റ്റോഡിയൻ അല്ല. ഈ പറഞ്ഞ ഒറ്റ പോയിന്റ് നിൽക്കുള്ളൂ. ബാക്കി പങ്കിട്ടെടുത്തതാണോ അതൊക്കെ നമുക്ക് പിന്നീട് വരേണ്ട കാര്യങ്ങളാണ്. ഞാനിപ്പോൾ മുൻവിധിയോടുകൂടി ഒന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആചാര ലംഘനം നടക്കുമ്പോൾ BJP അതിൽ തന്ത്രിപക്ഷത്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇല്ല, ആചാര ലംഘനത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ അപ്പോഴും നിന്നിട്ടില്ല, ഇപ്പോഴും നിന്നില്ല. ഒരു കാര്യം, അന്ന് നടന്നതിന്റെ നിങ്ങൾ രേഖാമൂലം എഴുതി കൊടുത്തില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അന്ന് 2 ആക്ടിവിസ്റ്റുകൾ ശബരിമലയിൽ പോലീസിന്റെ സഹായത്തോടുകൂടി കയറിയെന്നും 18ാം പടിയിൽ അവർ ചവിട്ടിയെന്നും അവർ ദർശനം നടത്തിയെന്നും ആലോകരെ അറിയിച്ചത് മറ്റാരുമല്ല, അത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആചാര ലംഘനത്തിന് ആദ്യം കേസെടുക്കേണ്ടത് പിണറായി വിജയനെതിരെയാണ്. സുരേന്ദ്രൻ, ഈ SITയുടെ മേൽനോട്ടം കോടതിക്കാണ്. അപ്പോൾ ഈ വിമർശനങ്ങൾ മുഴുവൻ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് കോടതിയോടാണോ അതോ സർക്കാരിനോടാണോ? അല്ല, സർക്കാരിനോടാണ്. പിന്നെ കോടതി വിമർശനാതീതമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കോടതിയെ വിമർശിക്കേണ്ടി വന്നാലും വിമർശിക്കും. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, SIT ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനമാണ് ഈ കാര്യത്തിൽ എടുക്കുന്നതെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് കടകംപള്ളി സുരേന്ദ്രനെയും അതുപോലെ പിന്നെ വേറെ ഒരു പിന്നെ എന്താ പറയാ അദ്ദേഹത്തിന് പ്രായാധിക്യം ഉണ്ടെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. മറ്റേ ഇദ്ദേഹത്തിന്റെ പോലീസുകാരന്റെ അച്ഛൻ ആയിക്കോട്ടെ, ശങ്കർദാസിനെ കുറിച്ചും അതുപോലെ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം പോലും കിട്ടിയില്ല. അല്ലല്ല, സുപ്രീം കോടതി പോയിട്ട് മുൻകൂർ ജാമ്യം പോലും കിട്ടിയില്ലല്ലോ, അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. പ്രായാധിക്യം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും. ഞാൻ അതിനെക്കുറിച്ച് അതുകൊണ്ട് അതിലേക്ക് അധികം പോകുന്നില്ല. പക്ഷെ പ്രശാന്തിന്റെയും കടകംപള്ളിയുടെയും സുരേന്ദ്രന്റെയും കാര്യത്തിൽ ഒരു നിലപാടെടുത്തത് ഈ നിലപാടിനെ ഞങ്ങൾ എതിർക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ എന്താ, ഒന്നും മറച്ചു വെക്കാനില്ല. പൊളിറ്റിക്കലി ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ലെങ്കിൽ പിന്നെ എന്താ CBI കൂടാത്തത്? എന്തിനാ ED അന്വേഷണത്തെ ആദ്യം മുതൽ റാന്നി കോടതിയും കൊല്ലം വിജിലൻസ് കോടതിയും എതിർത്തത്? എന്തിനാണ് ഒരു ESIR രജിസ്റ്റർ ചെയ്യാനുള്ള FIR ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നത്? അപ്പൊ ഇതിലെല്ലാം വളരെ ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകൾ നീക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിലൊന്നും തന്നെ ഒളിച്ചു വെക്കാനില്ല, ഒരു പ്രതിയെയും സംരക്ഷിക്കാനില്ല. തന്ത്രി BJP-കാരനോ RSS-കാരനോ ആണെന്ന് നിങ്ങൾ വിചാരിച്ചു. ഞാനൊന്ന് കൺകുളിർക്ക കാണട്ടെ എന്റെ മിടുക്കനെ. ദേശം കെട്ട് എന്നോട് എടുക്കണ്ട. നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവനാ ഞാൻ. ഓണം കൂടുതലുണ്ടെന്ന് വിചാരിച്ച് ബുദ്ധി വർദ്ധിക്കണമെന്നില്ല. തറവാടിത്തുള്ള കള്ളന്മാരാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.